ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അമിതമായി ചിന്തിക്കുന്ന ആ ശീലം, അതായത് ഈ ഓവർ തിങ്കിങ്, നമ്മളിൽ പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു വലിയ മാനസിക കുരുക്കാണത്, അല്ലേ? ഈ ലൂപ്പുകളിൽ നിന്ന് യഥാർത്ഥത്തിൽ എങ്ങനെ പുറത്തു കടക്കാം എന്നതിൻ്റെ വളരെ കൃത്യവും പ്രായോഗികവുമായ ചില വഴികളാണ് ഈ പ്രസൻറ്റേഷനിലൂടെ നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. പെട്ടെന്ന് നിങ്ങളുടെ ബോസ് നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കുന്നു. 2 ദിവസത്തിന് ശേഷം എനിക്കൊന്ന് കാണണം. എന്തിനാണെന്ന് അദ്ദേഹം പറയുന്നുമില്ല. ആ നിമിഷം നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെയാകും കടന്നുപോകുക? ആലോചിക്കുമ്പോഴേ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടല്ലേ? അയ്യോ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇനിയിപ്പോൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ? ഈ ഒറ്റ ഇമെയിൽ നിങ്ങളിലുണ്ടാക്കുന്ന ആ ഒരു ഭയം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു മെയിൽ വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. രാത്രി മുഴുവൻ ഉറങ്ങാതെ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് കാട് കയറുകയാണ് നിങ്ങൾ. തലച്ചോറിന് ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ല. പിന്നെ പിറ്റേ ദിവസം ജോലിയിൽ ഒട്ടും ശ്രദ്ധിക്കാൻ കഴിയില്ല. എല്ലാം കൂടെ ഒരു തരം മരവിച്ച അവസ്ഥയിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാറ്റിക് ത്രില്ലർ പോലെ ഭയം നിങ്ങളെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കുന്ന ദിവസങ്ങളായിരിക്കും അത്. അങ്ങനെ മീറ്റിംഗ് ദിവസമെത്തി. ബോസ് നിങ്ങളോട് പറയുകയാണ്, അഭിനന്ദനങ്ങൾ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ നൽകുകയാണ്. കൂടുതൽ ഉത്തരവാദിത്വങ്ങളും ഉയർന്ന ശമ്പളവും നിങ്ങളെ കാത്തിരിക്കുന്നു. വാവ്, അതൊരു വലിയ ആശ്വാസമാണല്ലേ? ഇത്രയും ദിവസം വെറുതെയാണല്ലോ ഇത്രയധികം ടെൻഷൻ അടിച്ചത് എന്ന് തിരിച്ചറിയുമ്പോൾ ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ആ ഒരു വലിയ ആശ്വാസം, അതൊന്ന് ഓർത്തു നോക്കൂ. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ ആശ്വാസം വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്നതാണ്. ബോസിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും, എനിക്ക് പുതിയ ജോലി ചെയ്യാൻ കഴിയുമോ? ഞാനിതിന് പ്രാപ്തനാണോ? കഴിഞ്ഞു. ആ ഓവർ തിങ്കിങ് സൈക്കിൾ വീണ്ടും അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതെത്രത്തോളം നമ്മെ തളർത്തുന്ന, തീർത്തും നിസ്സഹായമാക്കുന്നൊരു ലൂപ്പാണല്ലേ? ഈ അമിത ചിന്തകളെ നമുക്ക് പ്രധാനമായും 4ആയി തരംതിരിക്കാം. 1. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള അനാവശ്യ ചിന്തകൾ, അതായത് റുമിനേഷൻ. 2. ഭാവിയെക്കുറിച്ചുള്ള തീവ്രമായ ആശങ്കകൾ. 3. ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത കൺഫ്യൂഷൻ. പിന്നെ 4ാമത്തേത് സാമൂഹികമായ ഉത്കണ്ഠ, അഥവാ അയ്യോ, ഞാൻ എന്തിനാ അവരോട് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെയുള്ള ചിന്തകൾ. അപ്പോൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനായുള്ള കൃത്യമായൊരു ടൂൾ കിറ്റാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. നോട്ടീസിംഗ് ആൻഡ് നെയിമിംഗ്, അഥവാ നിരീക്ഷിക്കുകയും പേരിടുകയും ചെയ്യുക. പലപ്പോഴും നമ്മൾ അമിതമായി ചിന്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാറില്ല എന്നതാണ് സത്യം. അതൊരു ഭയങ്കര മോശം ശീലമായി മാറിയിട്ടുണ്ടാകും. അതിനാൽ ഇതിലെ ഏറ്റവും ആദ്യത്തെ പടി, നിങ്ങളുടെ മനസ്സിലെ ഈ ചിന്തകളുടെ ലൂപ്പുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഞാനിപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുകയാണ് എന്ന് ഉറക്കെ പറയുക എന്നതാണ്. നിങ്ങളെ ഈ അമിത ചിന്തകളിലേക്ക് തള്ളിവിടുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജോലിസ്ഥലത്താണോ? അതോ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണോ ഇത് കൂടുതൽ സംഭവിക്കുന്നത്? അതോ ഉറങ്ങാൻ പോകുമ്പോഴോ? അല്ലെങ്കിൽ ആളുകളുമായി സംസാരിച്ചതിന് ശേഷമാണോ? നിങ്ങളുടെ ആ ട്രിഗറുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടെത്തി നോക്കൂ. അത് മുൻകൂട്ടി മനസ്സിലാക്കിയാൽ അത് തുടങ്ങും മുൻപേ നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇനിയാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം വരുന്നത്. 35 എന്ന ഈ സംഖ്യ. നിങ്ങളുടെ ആശങ്കകൾക്കും ചിന്തകൾക്കുമായി ദിവസവും കൃത്യമായി 35 മിനിറ്റ് സമയം മാറ്റിവെക്കുക എന്നതാണ് ഈ ടെക്നിക്ക്. ഉദാഹരണത്തിന്, ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക്. കേൾക്കുമ്പോൾ ഒരു പക്ഷേ വല്ലാത്തൊരു വിചിത്രമായി തോന്നാമെങ്കിലും ഈ ചിന്തകൾക്ക് ഒരു സമയപരിധി ഉണ്ട് എന്നും അതിരുകളുണ്ട് എന്നും തലച്ചോറിനെ പഠിപ്പിക്കാൻ ഈ രീതി 100% സഹായിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ 2ാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണിത്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളെയും നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. അതായത്, നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ വളരെ ഉച്ചത്തിലുള്ളതോ തീവ്രമായതോ ആണെങ്കിലും അവ സത്യമാകണമെന്നില്ല. അതുപോലെ അത് നിങ്ങൾക്ക് ഗുണകരമാകണമെന്നും യാതൊരു നിർബന്ധവുമില്ല. ഓർക്കുക, ചിന്തകൾക്കുമപ്പുറം നിങ്ങളെന്നൊരു വ്യക്തിയുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു റിമോട്ട് കൺട്രോൾ മെറ്റഫർ നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ടെന്ന് ഒന്ന് സങ്കല്പിക്കുക. നമ്മൾ ടിവിയിലെ ചാനൽ മാറ്റുന്നത് പോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഫോക്കസ് മാറ്റാൻ നിങ്ങൾക്ക് കഴിയും എന്നതാണ് ഇതിലെ രസം. ഈ അനാവശ്യ ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്കും ആക്ഷനുകളിലേക്കും നിങ്ങളുടെ ആ മാനസിക ചാനൽ അങ്ങ് മാറ്റുക. ഇനി ഒരു നിമിഷം നിങ്ങളുടെ ചിന്തകളെ ഒന്ന് പതുക്കെയാക്കാം. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? വെറുതെ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ഈ ഒരു ചോദ്യം ആ അനാവശ്യമായ ചിന്തകളുടെ കാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ഈ നിമിഷത്തിലേക്ക്, ഈ പ്രസന്റിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കും. ഇനി അനാവശ്യവും അവ്യക്തവുമായ ചിന്തകളും
അതുപോലെ പ്രായോഗികമായ പ്രവർത്തനങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. എന്തുകൊണ്ട് ഞാനൊരു പരാജയമായി എന്നതുപോലുള്ള എന്തുകൊണ്ട് ചോദ്യങ്ങൾ നിങ്ങളെ എപ്പോഴും നിസ്സഹായതയുടെ ഒരു കുരുക്കിലേക്ക് മാത്രമേ നയിക്കൂ. എന്നാൽ അതിനു പകരം എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണ് എന്ത് എന്ന ചോദ്യം ചോദിച്ചു നോക്കൂ. അത് നിങ്ങളെ വളരെ കൃത്യമായ പ്രായോഗികമായ ആക്ഷനുകളിലേക്ക് നയിക്കുന്നത് കാണാം. ഇതുകൊണ്ടാണ് പറയുന്നത് എന്തുകൊണ്ട് എന്നത് ഇനി മുതൽ ഒരു മോശം വാക്കാണെന്ന്. ഒരു തെറാപ്പിസ്റ്റിന്റെ ക്ലയന്റിന്റെ കഥ ഇക്കാര്യത്തിൽ വളരെ പ്രസിദ്ധമാണ്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്ന ഓരോ തവണയും അദ്ദേഹം ഒരു കുപ്പിയിൽ പണം നിക്ഷേപിക്കണമായിരുന്നു. അങ്ങനെ ആ പിഴ നൽകേണ്ടി വന്നത് അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കി അദ്ദേഹത്തെ യഥാർത്ഥ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർബന്ധിതനാക്കി. രസകരമായ ഒരു വഴിയാണല്ലേ ഇത്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാം ഘട്ടത്തിലേക്ക് വരാം, ദ പിങ്ക് എലിഫന്റ്. ഒരു പിങ്ക് നിറത്തിലുള്ള ആനയെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് നിങ്ങൾ ഒരാളോട് പറഞ്ഞാൽ ഉറപ്പാണ് അവർ അതിനെക്കുറിച്ച് തന്നെയാകും കൂടുതൽ ചിന്തിക്കുക. അതുപോലെ തന്നെയാണ് ഇതും. ഓവർ തിങ്കിങ് നിർത്താൻ നിങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കുമ്പോഴും അത് നിർത്താൻ വേണ്ടി ബലമായി നിർബന്ധിക്കുമ്പോഴും ആ ചിന്തകൾ ഇരട്ടി ശക്തിയോടെ തിരികെ വരികയുള്ളൂ. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ശൂന്യമാക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ശരിക്കും മൂല്യമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഊർജം തിരിച്ചുവിടാൻ നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കണം. കുട്ടികളോടൊപ്പം പൂർണ്ണ മനസ്സോടെ സമയം ചെലവഴിക്കുക, വിശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർത്ഥവത്തായ ജീവിതം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. അവിടെ വേണം നിങ്ങളുടെ ഊർജം കേന്ദ്രീകരിക്കാൻ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. താൽക്കാലികമായി ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളും അർത്ഥവത്തായ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. നെറ്റ്ഫ്ലിക്സ് കാണുകയോ ടിക്ടോക്കിൽ സ്ക്രോൾ ചെയ്യുകയോ ചെയ്യുന്നത് താൽക്കാലികമായി ഈ ഓവർ തിങ്കിങ് മാറ്റിയേക്കാം. പക്ഷേ ലോങ് ടൈമിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും ലക്ഷ്യവും ഇല്ലാതാക്കും. അതിനു പകരം പ്രശ്നങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കുക, തോട്ടപ്പണി ചെയ്യുക, വ്യായാമം ചെയ്യുക എന്നിങ്ങനെയുള്ള അർത്ഥവത്തായ ആക്ഷനുകളിലേക്ക് മാറുക. എന്നാൽ ഈ ഓവർ തിങ്കിങ് നിങ്ങളുടെ ജീവിതത്തെ വളരെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ ലൈസൻസ് ഉള്ളൊരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിന്റെ സഹായം തേടുന്നത് എപ്പോഴും നല്ലതാണ്. ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ അവർ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയ ടൂളുകൾ നൽകും. കടുത്ത ഉത്കണ്ഠകളിൽ നിന്നും അമിത ചിന്തകളിൽ നിന്നും പുറത്തു കടക്കാൻ CBT, ആക്ട്, അതുപോലെ മെറ്റാകോഗ്നിറ്റീവ് തെറാപ്പി തുടങ്ങിയ വളരെ ശാസ്ത്രീയമായ മാർഗങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവസാനമായി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ മാനസിക ഊർജം മുഴുവൻ ചോർന്നു പോകുന്ന ഈ അമിത ചിന്തകളുടെ സൈക്കിൾ പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? വളരെ ചിന്തിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഊർജം നൽകുന്നതുമായ ഈ ഒരു ചോദ്യത്തോടെ ഈ വിഷയത്തിലുള്ള നമ്മുടെ ഇന്നത്തെ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ മാനസിക ഊർജം തിരികെ പിടിക്കാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്.